നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷതയുള്ള ഒരു എപ്പിസോഡിലേക്കാണ് ഞങ്ങൾ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. വളർന്നു വരുന്ന സംഗീത സഹോദരിമാരെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ അതിഥികളായി കൊണ്ടുവരുന്നു. അമൃതഗമയ എന്നുള്ള ബാൻഡിലൂടെ പ്രശസ്തയായ അമൃതയും അഭിരാമി. അമൃത, അഭിരാമി, നിങ്ങളെ സഗുണമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അമ്മയുണ്ട്, അച്ഛൻ സുരേഷുണ്ട്, അമൃതയുടെ വാവയുണ്ട്. ഒരു സമ്പൂർണ്ണ കുടുംബ ഷോയാണ്. അപ്പം ഇടയ്ക്ക് നിങ്ങൾ പറയുന്ന കള്ളങ്ങൾ സുരേഷും അമ്മയും കൂടി കൈപൊക്കിയിട്ടത് നിർവീര്യമാക്കും. അവർക്കൊന്നും മിണ്ടാനുണ്ടാവില്ല. ഞങ്ങൾ പണ്ടേ സത്യം അവരുമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ എന്ന് വെച്ചാൽ മക്കൾ എപ്പോഴാണ് കള്ളം പറഞ്ഞത് അപ്പം സുരേഷ് കൈപൊക്കിയിട്ട് പറയും. എന്നായിരിക്കും. ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഈ ഷോയിൽ കൊണ്ടുവരാൻ കാരണം നിങ്ങളുടെ രണ്ടുപേരുടെ സംഗീതമാണ്. അഭിരാമി ഇടയ്ക്ക് സിനിമയിലൊക്കെ ഇടയ്ക്ക് തല കാണിക്കുകയും ഹീറോയിനൊക്കെ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരെയും കൂട്ടിയിണക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സംഗീതമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്തർധാര എന്ന് പറയുന്നത് സംഗീതമായിരിക്കും. അമൃത ഒന്നും മിണ്ടുന്നില്ലേ? അമൃത ഇതുപോലെയാണ്, വളരെ മിതഭാഷിയാണ്. അങ്ങനെയൊന്നുമല്ല. ഇതിപ്പം എന്ത് പറഞ്ഞാലാണ് ചേട്ടൻ കയറി പിടിക്കാന്ന് അറിയാത്തോണ്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കാം. എനിക്ക് എന്റെ ബലമായ സംശയമാണ്. പക്ഷെ അഭിരാമിക്ക് അതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എന്നും പറയാനുള്ള ധൈര്യത്തിൽ ഇത്രേ ഉള്ളൂ. പുറമേക്ക് പക്ഷെ ധൈര്യം കാണിക്കുന്ന അഭിരാമിയാണോ അമൃതയാണോ? രണ്ടുപേരും ധൈര്യം കാണിക്കേണ്ട സിറ്റുവേഷൻസിലൊക്കെ ധൈര്യം കാണിക്കും. പക്ഷെ അഭിരാമി പണ്ട് നന്നായിട്ട് മസിലൊക്കെ പിടിച്ചോണ്ടിരുന്ന ഒരാളെന്ന് ആരോ പറഞ്ഞു. ആൽബർ റിസർവ്ഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ കുറിച്ചത് വെറുതെ അത് നേരിട്ട് പരിചയപ്പെട്ടാൽ വെറുതെ ആൾക്കാർ എല്ലാം തീരുമല്ലേ? ഈ ജാടയൊക്കെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങ് തീരും. ഇത് ഞാൻ പറയണല്ലേ, വേണം ഒരാൾ പറഞ്ഞിട്ടുണ്ട് അഭിരാമിയെ കുറിച്ച്. പക്ഷേ കോളേജിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ ആള് ഭയങ്കര ജാടക്കാരിയൊക്കെ ആയിരുന്നു, ഭയങ്കര ടോം ബോയ്സ് ഒക്കെ ആയിരുന്നു. നമ്മളോട് നടക്കില്ല, ഭയങ്കര എന്താ പറയാ, ഭയങ്കര സെലിബ്രിറ്റി ആറ്റിറ്റ്യൂഡൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ. ഒബ്വിയസ്ലി വന്നിടക്ക് ഭയങ്കര സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. ഞങ്ങളൊന്നും മിണ്ടാ പോകില്ല, ഭയങ്കര സെലിബ്രിറ്റി. നമ്മളൊക്കെ എങ്ങനെ പോയി മിണ്ടും. പിന്നെ അങ്ങനെ ഫ്രണ്ട്സായി, ക്ലോസ് ഫ്രണ്ട്സായി, പിന്നെ ബെസ്റ്റ് ബഡീസായി. എത്ര തിരക്കിലാണെങ്കിലും ഞങ്ങളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വരും. വി ഗോ ഫോർ ലോട്ട് ഓഫ് ഹാങ് ഔട്ട്സ്. അഭിരാമിയെ പൊക്കിയതാണോ താത്തിയതാണോ ഇടിച്ചതാണോ? ഇവിടെ കൂട്ടത്തിൽ തന്നെ പേസ്റ്റ് ആക്കിയ ആള് അവിടെ ഇരിപ്പുണ്ടല്ലേ? പക്ഷെ അമൃതയെക്കാളും കൂടുതൽ ഒരുപക്ഷെ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നത് അഭിരാമിയാണ്. ഇവൾക്ക് ഇല്ല, എനിക്കുണ്ട് ഫ്രണ്ട്സ്. അതായത് ഞാനൊരു 12th വരെ സ്കൂളിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ്. ഇപ്പൊ ഞാൻ MBA ചെയ്യുന്നുണ്ട്, പക്ഷെ കറസ്പോണ്ടൻസ് ആയിട്ട് പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്ലോസ് സ്കൂൾ ഫ്രണ്ട്സും പിന്നെ പ്രൊഫഷണൽ, അങ്ങനെ കുറച്ച് ലിമിറ്റഡ്. പക്ഷെ ഇവക്കെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എക്സ്പോഷർ ഉണ്ട്. ഈവൻ കോളേജ് ആണെങ്കിലും 2 കോളേജ് മാറി വരെ ചെയ്തു. നിറയെ വാങ്ങി ഇറങ്ങിപ്പോന്നാണ്. അപ്പം അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളില്. നിങ്ങളുടെ സംഗീതം വന്ന വഴിയാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ? അതെ. ഇതിലാരാ, അച്ഛനാണോ? അച്ഛന്റെ വഴിയിൽ നിന്നാണ് മ്യൂസിക് വന്നത്. അമ്മയുടെ വഴിയിൽ നിന്നാണ് എനിക്കുള്ള ആക്ടിങ് വന്നത്. ആക്ടിങ്. ഓ, അത് ശരി. അപ്പം അമ്മയുടെ DNA ഒരു 90% ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? സുരേഷ് ചേട്ടാ, എങ്ങനെ ഈ അമ്മേനെ കണ്ടെത്തി? അതൊന്നും അറിയുള്ളൂ. അതൊക്കെയല്ലേ, അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അമ്മേരും വലിയ സംഗീതം കയ്യിലുള്ള കാരണം പിന്നെ സംഗീതത്തിലൂടെയാണ് അമ്മേനെ അല്ലേ? ശ്രീകൃഷ്ണൻ ഫ്ലൂട്ട് വായിച്ച് വീഴ്ത്തിയാണ്. അല്ല, ഞാൻ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ നോക്കുമായിരുന്നു. അമ്മ വേറൊരു മതത്തിലുള്ള ആളാണ്, ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ഈ മുരളീഗാനം കേട്ടിട്ടാണോ സുരേഷിലേക്ക് പോയത്? അതെ, ഞങ്ങളുടെ ചർച്ചിലെ ഒരു കൊയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കലാഭവനിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വന്നു, അങ്ങനെ ഇഷ്ടപ്പെട്ടു. എന്തൊരു നാടാണ് ഈ പ്രായത്തില്. അങ്ങനെ എങ്ങനെ സംഭവിച്ചത് പറഞ്ഞു കൊടുക്കുക മക്കൾ. അത് ഇവരുടെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു, അവള് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ലവ് ആക്കി കൊടുത്ത് എന്താണ്
പറയൂ എങ്ങനെ അതിന്റെ ഒരു ഇതാ പിള്ളേരൊക്കെ ഇങ്ങനെ കാത്തു ഭയങ്കര നിൽക്കുകയാണ്. സാഹസികമായ സാഹസികമായ പ്രണയം ഷോട്ടൊക്കെ ആയിരുന്നു. ആണോ? തട്ടിക്കൊണ്ട് പോയോ സുരേഷ്? അത് സുരേഷ് പറഞ്ഞു. നന്മൊന്നും പറ്റില്ല. സുരേഷ് തട്ടിക്കൊണ്ട് പോയോ? അങ്ങനെയൊന്നുമില്ല. ആ അവിടെ കല്യാണം വരാൻ പോണെന്ന് പറഞ്ഞപ്പോൾ പോയി രജിസ്റ്റർ ചെയ്തു. ആ വീട്ടിലറിഞ്ഞിട്ടുണ്ടായില്ല. രണ്ടുപേരുടെ വീട്ടിലറിഞ്ഞില്ല? എൻ്റെ വീട്ടിൽ ചെറുതായിട്ട് അറിയാമായിരുന്നു. ആ ഒന്ന് ചെറുങ്ങനെ ന്യൂസ് കിട്ടി. ആ അവർ വീട്ടിൽ അറിയാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് പിന്നെ തട്ടിക്കൊണ്ടിരേണ്ടി വന്നു. അന്ന് നല്ല ഉഴപ്പിൽ കിടക്കുന്ന സമയമായിരുന്നു. വരുന്ന വഴിക്ക് എല്ലാ ചാർജ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, മനസ്സിലാവും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ എല്ലായിടത്തും ചാർജ് ചെയ്ത് തട്ടിക്കൊണ്ടിരുന്ന വഴിക്ക് വീട്ടിലോട്ട് പോന്നു. അപ്പൊ ഇതിനുള്ള ധൈര്യം എങ്ങനെ ഉണ്ടായി ലൈലി ചേച്ചിക്ക്? പ്രേമല്ലേ, പ്രേമത്തിന് കണ്ണും കാതും ഇല്ലല്ലോ. പ്രേമത്തിന് ധൈര്യം വരാത്തൊരാളുള്ളത്. ആ അത് കറക്റ്റാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പ് അടുത്ത് വന്നു. എൻ്റെ അടുത്ത് കൊണ്ട് തന്നെ SI വിളിക്കണ്ട, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ധൈര്യം ഇങ്ങനെ കൊടുമുടിയിൽ നിൽക്കല്ലേ, വേണമെങ്കിൽ SIനോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു. അപ്പൊ അമ്മമാർക്ക് മനസ്സിലായി എന്തോ ഒത്തിരി സീരിയസ് ആണ്. പിന്നെ ഞാൻ മഹാരാജസിലെ പഠിച്ച് ആ ടൈപ്പിലൊക്കെ നമുക്ക് അതിനൊരു മഹാരാജസിന്റെ ഒരു കരുത്തുണ്ട്. അതിന്റെ ഒരു സാധനം ഉണ്ടാവും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും. അല്ല ഏത് നമ്പറിലാണ് ലൈലി ചേച്ചി വീഴ്ത്തിയത്? മ്യൂസിക്കിലാണെങ്കിലും കുറച്ചുകൂടി അങ്ങോട്ടും സ്വഭാവങ്ങൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളിക്കാരത്തി ഒരു നടിയായിരുന്നു? നടിയല്ല, പക്ഷെ ആക്ടിങ് എല്ലാം നന്നായിട്ട് അറിയാം. ശരി. ചെറുതായിട്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ മതിലിന്റെ അപ്പുറത്ത് ഇങ്ങനെ എന്നാലും കഴിവുള്ള കൂട്ടത്തില്ല. മ്യൂസിക്കിലാണെങ്കിലും ഭയങ്കര കോളേജിലെ പ്രതിഭയായിരുന്നു. അങ്ങനത്തെ ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന എന്തൊരു പാവമാണ്. അയ്യോ, ഇങ്ങനെയൊക്കെ ചാടിപ്പോയ ഒരാളാണെന്ന് തന്നെ പറയാൻ പറ്റില്ല. വീട്ടിൽ കോളേജിലെ SFIയുടെ ആളൊക്കെ ആണോ? SFIക്കാരായിരുന്നു? ആയിരുന്നു. അപ്പൊ ആ രാഷ്ട്രീയത്തിന്റെ ഒരു ബലത്തിലായിരുന്നു. പിന്നെ മാറിയെന്ന് അറിഞ്ഞൂടാ. മാറ്റിയെടുത്തോ? ഇല്ല, ഞാനായിട്ട് മാറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു പാപ്പുമാണ് ഇപ്പൊ എല്ലാവരെയും പാവാക്കി വെച്ചേക്കണം. അവളുടെ അടുത്ത് ആരുടെയും വേഷം കെട്ടൊന്നും നടക്കൂല. ഒരു പേരക്കിടാൻ വന്നുകൂടിയിട്ട് അമ്മ ഇങ്ങോട്ട് പാവായി അല്ലേ? സുരേഷ് അന്നും ഈ പിന്നെ ഓടക്കുഴൽ തന്നെയാണോ? ഓ അതെ. ആണോ? ഞാനൊരു 10-30 വർഷം ഏഞ്ചൽ വോയിസ് എന്ന് പറഞ്ഞ ക്ലബ്ബിലാണ് നമ്മുടെ മാതൃസ്ഥാപനം. അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്ത്യൻ മൂഡ് ഇങ്ങനെ നല്ലൊരു സുഖമായിരുന്നു. അവിടുന്ന് ഞങ്ങൾ പള്ളിക്കോയറും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലുള്ള ആളാന്ന് പറഞ്ഞപ്പോഴും അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റി. എൻ്റെ കസിൻ സിസ്റ്റർ ഒരു ലിസ്റ്റ് ഇങ്ങനെ കാണിച്ചു. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. ചേട്ടാ എൻ്റെ നമ്മളിങ്ങനെ കെട്ടണ്ടെന്നൊക്കെ വെച്ച് നടക്കുന്ന സമയമായിരുന്നു. ആ ചേട്ടൻ ഇങ്ങനെ കെട്ടാണ്ട് കിടക്കണം എന്തിനാണ്, എൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിങ്ങനെ കുറേ ലിസ്റ്റ് വായിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ അവളൊട്ടും പ്രതീക്ഷിക്കണില്ല ഞാൻ ഇദ്ദേഹത്തിന് സെലക്ട് ചെയ്യുമെന്ന്. പക്ഷേ ചേട്ടാ അത് വേണോ, അത് ഭയങ്കര സ്റ്റൈലും അടിപൊളി ടീമാണല്ലോ, അത് തന്നെ അങ്ങനെ ലിസ്റ്റ് ഇട്ടിട്ട് പോയി കണ്ടു, സംസാരിച്ചു, കുറച്ച് ടൈം കൊടുത്തു. എപ്പോഴെങ്കിലും വിളിക്കാൻ പറഞ്ഞു തോന്നുന്ന സമയത്ത്. അങ്ങനെ വിളിച്ചു. കുറച്ച് നാൾ 2 വർഷത്തോളം പ്രേമത്തിൽ കിടന്നു. 2 വർഷത്തെ നീണ്ട പ്രണയത്തിന് ശേഷമാണ് ഈ തട്ടിക്കൊണ്ട് പോക്ക്. വേണമെങ്കിൽ അഭിരാമി വേണമെങ്കിൽ അടുത്ത സിനിമയ്ക്ക് വേണമെങ്കിൽ സ്ക്രിപ്റ്റ് ആക്കാവുന്നതാണ് അല്ലേ? അതിന് എല്ലാ ചേരുവകളുണ്ട്. സംഗീതമുണ്ട്, അതിന് തട്ടിക്കൊണ്ട് പോക്കുണ്ട്, അത് മാത്രമല്ല ഒരു കലാകാരിയായിട്ടുള്ള അമ്മ. ഇതൊക്കെ മക്കളുമായിട്ട് ഷെയർ ചെയ്തോ കംപ്ലീറ്റ്? അവർക്കറിയാം. ആണോ? അവരുടെ ലൈഫിൽ ഞങ്ങൾ അറിയാത്തായിട്ടൊന്നുമില്ല. കൂടുതൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രേമിച്ച് അവരും കെട്ടിക്കളയും. അച്ഛനമ്മമാർക്ക് ഇഷ്ടമല്ലല്ലോ. എന്നാലും എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് ഞങ്ങളുടെ അടുത്ത്. ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും ഒരു അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ല അച്ഛയമ്മയായിട്ട്. ഫ്രണ്ട്ലി ആണ്. അമൃതയുടെ കല്യാണം പ്രേമിച്ചിട്ടൊന്നും അല്ല എന്നുള്ള ഉറപ്പുണ്ട്. അത് കാരണം അതുപോലെ അവളും അവരുടെ ആഗ്രഹമുണ്ട്. ആൾക്കാർക്കൊക്കെ പൊതുവെ ഒരു സംശയമുണ്ട്, അമൃത കല്യാണം കഴിച്ചത് പ്രേമിച്ചിട്ടാണോ എന്ന്. പ്രേമത്തിന് മുമ്പ് വന്ന് ചോദിച്ചിട്ടാണ് കല്യാണം കഴിക്കണം. ചോദിച്ചതിന് ശേഷം കുറച്ച് ആലോചിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. അഭിരാമിയുടെ കാര്യത്തിലോ? അഭിരാമിയുടെ കാര്യത്തിൽ അവൾ ഫ്രാങ്കായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസ്ഥ കൊടുത്തിട്ടുണ്ട്. വന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കും, അതെങ്ങനെയാണ്, അങ്ങനെയൊക്കെ വരെ ആ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിക്കണം. നല്ല രീതിയിലൊക്കെ ആണെങ്കിൽ മാത്രം സംഭവിക്കും. ദുരുപയോഗിക്കാൻ പാടില്ല അല്ലേ? സുരേഷ് ചേട്ടാ, നിങ്ങളുടെ ഈ പറഞ്ഞ മക്കളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസം എക്കാലത്തും നിങ്ങളിൽ ഉണ്ടാകണം. മാത്രമല്ല ആ വിശ്വാസത്തിനനുസരിച്ച് കുട്ടികളും ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. താങ്ക്സ്. വേണമെങ്കിൽ സുരേഷിൻ്റെ ഒരു വരട്ടെ, ശ്രീകൃഷ്ണൻ സിംഗ്.
സുരേഷ് ഏട്ടാ, ലൈല ചേച്ചി വീണതിൽ യാതൊരു അത്ഭുതമില്ല. ഒരുപക്ഷെ ലൈല ചേച്ചി മാത്രമേ വീണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഇതിനെല്ലാത്തിനോടും സംഗീതത്തിനോടും നന്ദി മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു ആത്മീയ ഗുരുവുണ്ട്, അവർക്കൊക്കെ നന്ദി. ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ല, അതായത് ഈ ഇങ്ങനെ ഒരു സംഗീത കഴിവും അഭിരുചിയും സിദ്ധിയും ഉണ്ടെങ്കിൽ ലൈല ചേച്ചി വീണതിൽ യാതൊരു അത്ഭുതം ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. അതാ പറഞ്ഞത്, ഇതിലും വലുതും വേണേ വീണാമായിരുന്നു സംഗീതം. പിന്നെ അതിന് അനുബന്ധമായൊരു ചോദിച്ചാൽ ലൈല ചേച്ചി മാത്രമേ വീണുള്ളൂ എന്ന്. കുടുംബം നശിപ്പിച്ച് കുടുംബം ഭദ്രമായി തുടരട്ടെ എന്നുള്ളത് കൊണ്ട് നിങ്ങളെ കുറിച്ച് തന്റെ അഭിപ്രായം ഉണ്ടോ അങ്ങനെ? നമുക്ക് വ്യക്തിപരമായിട്ട് സംസാരിക്കാം. ഏതായാലും എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി. സംഗീതത്തിന്റെ ഒരു അംശമെങ്കിലും കിട്ടിയത് കൊണ്ട് ഇങ്ങനെയൊക്കെ ആയല്ലോ. എനിക്കൊരു ആത്മീയ ഗുരുവുണ്ട്, ആ ഗുരുവിന് നന്ദി. സുരേഷ് ഏട്ടാ, നിങ്ങളുടെ എല്ലാവിധ ഒരുപക്ഷെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ. ചേച്ചിക്ക് എന്തുകൊണ്ടും സംതൃപ്തി സന്തോഷം ഉണ്ടാകേണ്ട മുഹൂർത്തമാണത്. എന്താ കാരണം വെച്ചാൽ 2 മക്കൾ ഇവിടെ ഇരിക്കുന്നു, ഭർത്താവ് ഇവിടെ ഇരിക്കുന്നു, പേരക്കിടാവ് ഇവിടെ ഇരിക്കുന്നു. നിങ്ങളെല്ലാം കോർത്തിറക്കുന്ന സംഗീതമുണ്ട്. പഴയ കാലത്തിലേക്ക് നമുക്ക് ഊളിയിടാൻ വേണ്ടി ചില ഒരുപക്ഷെ മേമ്പടികളുണ്ട്. മഹാരാജസിലേക്ക് എത്തി, പിന്നീട് എവിടേക്കോ പോയി, പിന്നെ തട്ടിക്കൊണ്ടുപോയി എവിടെയൊക്കെ എത്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ ഇരിക്കുന്നതിൽ അച്ഛയുടെ പങ്കിൻ്റെ ഒപ്പം തന്നെ അമ്മയുടെ പങ്കുണ്ട്. കാരണം അച്ഛ പാട്ട് പഠിപ്പിച്ചു വരുമ്പോൾ അതിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് അമ്മയില്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ ഒരു അത്രയും ഒരു സ്ട്രോങ് ജഡ്ജ്മെന്റ് എപ്പോഴും അമ്മയുടെ ആയിരിക്കും. അമ്മയാണ് കുറച്ചുകൂടെ അച്ഛൻ കുറച്ചും കൂടി പിന്നെ പഠിപ്പിക്കലും അമ്മ ജഡ്ജ്മെന്റും. ഓ ശരി. അമ്മ വളരെ കമ്പോസ്റ്റ് ആണ്, കൂൾ ആൻഡ് കമ്പോസ്റ്റ് ആണ്. അല്ല, ഞാൻ കൂളൊന്നും അല്ല, അല്ല സ്ട്രിക്റ്റ് സ്വഭാവം കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അല്ല, ഞാൻ സ്ട്രിക്റ്റ് തന്നെയാ. ആണ്. അമൃത സംഗീതത്തിന്റെ വഴിയിലേക്ക് വരുന്നു. ഒരുപക്ഷെ അമൃതേനെയും അഭിരാമിനെയും ശ്രദ്ധേയരാക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപക്ഷെ ഇവിടെ ഈ സോഫയിൽ ഇരുത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ഒരു ഫീലുണ്ട് ആക്ച്വലി. അതായത് നിങ്ങളുടെ സംഗീതത്തോട് നിങ്ങൾ കാണിക്കുന്ന ഒരു, ഞാൻ വേറൊന്നും കൊണ്ടല്ല, ഒരു തനതായിട്ടുള്ള അതിൻ്റെ ഒരു സൗരഭ്യമുണ്ട്. ആ ഒരു ഫീൽ നിങ്ങൾ പാടുമ്പോഴുണ്ട്. സാധാരണ ഏത് പാട്ട് പാടിയാലും അമൃതയുടെയും അഭിരാമിയുടെയും മുഖത്തും ഒരുപക്ഷെ ആ ശബ്ദവിന്യാസത്തിലൊക്കെ ആ ഒരു ഫീല് വരുന്നുണ്ട്. അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പാടാനുള്ളൊരു താല്പര്യം അമ്മയിൽ നിന്ന് കിട്ടിയ വാസനയാണോ ഇത്? ആയിരിക്കാം, അച്ഛനും അമ്മ എൻ്റെ അടുത്തൊന്നും കിട്ടിയ ഒരു ഇതായിരിക്കാം. ഇങ്ങനെയൊക്കെ ആകണം, ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് ചിന്തിച്ചിരുന്നോ? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചിലേ തുടങ്ങി എൻ്റെ ഒരു എയിമും ഡ്രീമും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് തന്നെയായിരുന്നു. പാട്ടിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം വലിയ മോശമില്ലാതെ പഠിക്കുന്ന ഒരു കുട്ടിയുമായിരുന്നു. അതുപോലെ വീട്ടിലാണെങ്കിലും എന്നെ ഫോഴ്സ് ചെയ്തിട്ടുള്ളത് പാട്ടിന് മാത്രമാണ്. എന്നാൽ പഠിക്കുക ഇതുവരെ അച്ഛൻ പറഞ്ഞിട്ടില്ല. അപ്പം പണ്ട് കൊച്ചിലേ തുടങ്ങിയുള്ളൊരു ഇതിങ്ങനെ വലുതായി പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു എവിടെയെങ്കിലുമൊക്കെ ദൈവം എത്തിക്കും. ഇനിയും എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അപ്പം എന്താ പറയുക, നമ്മൾ സമയമാകുമ്പോൾ ഭഗവാൻ എനിക്കിത് തരും എന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക്. ഈശ്വരവിശ്വാസം, അതുപോലെ തന്നെ സ്വന്തം അധ്വാനത്തെക്കുറിച്ചുള്ള അഭിമാനം, ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും ആൾക്കാരെ വളർത്തുന്നതിൽ അവർ പ്രധാനപ്പെട്ട കാരണങ്ങളായി പറയുന്നത്. നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നൊരു പ്രത്യേക സ്റ്റേജുണ്ട്, അമൃതം ഗമയ. ഇതാണിപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല. അതാണ് ഒരു ബാൻഡ് നിങ്ങളുടേതായ. എന്താ ഈ പുള്ളിക്കാരത്തി പച്ച കുത്തായിരുന്നു? പച്ച കുത്തണം എന്നുണ്ടോ? മനസ്സിൽ കുത്തിയിട്ടുണ്ട്. ചങ്കി കുത്തിയിട്ടുണ്ട്. അമൃതം ഗമയ എങ്ങനെയാ ആ ബാൻഡിലേക്ക് എത്തി? ഞാൻ എത്തിയത് ഭയങ്കര കോയിൻസിഡൻ്റൽ ആയിട്ടാണ്, അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ആയിട്ടാണെന്ന് പറയാം. കാരണം എനിക്ക് എൻ്റെ കോളേജിൽ ജോയിൻ ചെയ്യാൻ അഡ്മിഷൻ ഡേ ആയിരുന്നു. അപ്പം ആൻഡ് ഓൾസോ ഞാനൊരു പാട്ടുകാരിയായിട്ടുള്ള എന്നെ അങ്ങനെ വെച്ച് വളർത്തിയിട്ടില്ല ചെറുപ്പം മുതൽ. ഐ യൂസ് ടു സിംഗ്, പക്ഷെ അത് ഇഷ്ടം കൊണ്ട് പാടുന്ന അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അമൃതയെ പോലെ സീരിയസ് ആയിട്ട് സംഗീതത്തെ ഐ യൂസ് ടു ലവ് മ്യൂസിക്. അതുകൊണ്ട് പാടാൻ അച്ഛയുടെ ഒക്കെ ഒരു ബ്ലഡിൽ ഉള്ളത് കൊണ്ട് തട്ടിമുട്ടിയൊക്കെ പാടി പോവാറുണ്ട്. അവരുടെ വരയിലൂടെ ഒന്നും അഭിരാമി പോയില്ല. ഇല്ല കുറച്ചും കൂടി ഇല്ല, വേറിട്ട വഴുത്താര ഉണ്ടാക്കിയതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പ്രാക്ടീസ്, അതായത് ഇവർ പോകുന്നതിന് മുന്നേ, ഷൂട്ടിന് പോകുന്നതിന് മുന്നത്തെ ദിവസം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ
ആക്സിഡന്റലി ഐ ഹാപ്പൻ ടു ഗോ. അപ്പം പാടുന്നതിൻ്റെ ഒപ്പം ഞാൻ അവിടെ നിന്നിങ്ങനെ വെറുതെ മൂളിയപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒന്ന് പാടിക്കൂടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നി. പിന്നെ ആദ്യമേ വന്നപ്പോൾ പറഞ്ഞില്ലേ, കാണുമ്പോഴുള്ള ഒരു പാവത്തിന് ചേച്ചിക്ക് ഉള്ളത് കൊണ്ട് എൻ്റെ ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ച് സോപ്പിട്ട് എൻ്റെ അഡ്മിഷൻ്റെ കാര്യമൊക്കെ ശരിയാക്കി. കോളേജ് ടീച്ചേഴ്സ് ചിന്മയിലാണ് അവള് പഠിക്കുന്നത്. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പലും ടീച്ചേഴ്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. എന്തൊരു അമൃത വീഴ്ച തന്നു അല്ലേ? അയ്യോ അങ്ങനെയല്ല, അമൃത ഇങ്ങനെ വളരെ പാവമൊക്കെ ആയിട്ട് അഭിനയിച്ച് അമ്മയുടെ ഈ പറഞ്ഞ കലാപരമായിട്ട് അഭിനയ സിദ്ധിയൊക്കെ അമൃത കുറെ കൈവശമാക്കിയത് കൊണ്ട് അത് വെച്ചിട്ട് അവരെ വീഴ്ചു. അതെ, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ എന്നോട് ചാൻസ് ഒന്നുമില്ല. സോ അങ്ങനെ പോയി നമ്മൾ അയല പാടി. എടുക്ക മൈക്ക് അയല. ശരി, ഒന്ന് പിടിക്കും. പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഓ മരിയ പിതാശേ, ഓ മരിയ പിതാശേ, ഓ മരിയ പിതാശേ, ഓ മരിയ പിതാശേ, മരിയ പിതാശേ, ഓ മരിയ പിതാശേ, ഓ മരിയ പിതാശേ, ഓ മരിയ പിതാശേ. വെണ്ടയ്ക്ക സാമ്പാറില് കൈപ്പയ്ക്ക വെള്ളരിക്ക, വെണ്ടയ്ക്ക സാമ്പാറില് കൈപ്പയ്ക്ക വെള്ളരിക്ക. മണത്താൽ കൊതി പെരുകാൻ മെമ്പൊടിക്ക് പെരുങ്കായോ, മണത്താൽ കൊതി പെരുകാൻ മെമ്പൊടിക്ക് പെരുങ്കായോ. അവിയൽ പടവലങ്ങ മൂക്കാത്ത മുരിങ്ങാക്ക, അവിയൽ പടവലങ്ങ മൂക്കാത്ത മുരിങ്ങാക്ക. ഊണ് കാലമായി ഉണ്ണാൻ വാ മച്ചുനനെ, ഊണ് കാലമായി ഉണ്ണാൻ വാ മച്ചുനനെ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, നല്ല ചെമ്മീൻ കറിയുണ്ട്, നല്ല ചെമ്മീൻ കറിയുണ്ട്. നിങ്ങൾ ഈ അയല കയറി പിടിച്ചതുകൊണ്ടാണ്? ഇല്ല, ഈ പാട്ട് ആക്ച്വലി അച്ചയുടെ സെലക്ഷൻ ആയിരുന്നു ഈ പാട്ട്. പിന്നെ ഈ പാട്ടിനൊരു ഗോവ എന്നൊക്കെ പറയുമ്പോ നമുക്ക് കൊറേ മീനും കൊറേ കൊട്ടുമൊക്കെ അല്ലേ ഓർമ്മ വരാ. ഫുഡ് എന്ന് പറയുന്നത് പണ്ടേ ഫീലില് മരിയ പിത്താശ ഒരു കൊങ്കണി ഇതാണ്, അതും മിക്സ് ചെയ്ത് ആ ഒരു ഗോവൻ ഫീലില് ചെയ്തു എന്നേ ഉള്ളൂ. കേട്ടോ, ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും കോർത്തിണക്കാൻ പറ്റുന്ന ഫുഡാണ്. അപ്പൊ അതിന്റെ ഫീൽ കൊടുക്കാനും പറ്റും. വരട്ടെ ഒരാൾ. ഹായ് അമൃത, ഹായ് അഭിരാമി, ദ മെയിൻ പില്ലേഴ്സ് ഓഫ് അമൃതംഗമ്യ അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ഒത്തിരി സന്തോഷം നിങ്ങളെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ. ഇപ്പം അമൃതയോട് എനിക്ക് ചോദിക്കാനുള്ളത്, അമൃത ആദ്യം ഒരു നല്ലൊരു ഗാനമേള ഫീൽഡിലൂടെ വന്ന് ഇപ്പം ബാൻഡിലും വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഗാനമേള ബാക്കിങ്ങിലൂടെയും അല്ലെങ്കിൽ ബാൻഡിൻ്റെ ബാക്കപ്പിലൂടെ ഒരു പെർഫോമറായിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു ക്രിയേറ്റിവിറ്റിയിലോ അല്ലെങ്കിൽ മ്യൂസിക്കാലിറ്റിയിലോ എന്തെങ്കിലും? അല്ലേ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആളാണ്. ഞങ്ങളുടെ 2 പിള്ളേഴ്സ് അല്ല, ശരിക്കും 3 പേരും 3 പിള്ളേർ കണക്ട് ചെയ്തിരിക്കുന്ന ബാക്ക് ബോൺ എന്നൊക്കെ പറയാം. കാരണം പുള്ളിയാണ്, റാഫിൻ ചേട്ടനാണ് കംപ്ലീറ്റ് സോങ്സ് അറേഞ്ച് ചെയ്യാനൊക്കെ നിൽക്കുന്നത്. ഈ പറഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഗാനമേള പോകുമ്പം എന്താണ് മെയിൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ പാട്ടുകൾ, സിനിമയിലുള്ള പാട്ടുകൾ അതേപടി പഠിച്ച് പാടുന്ന ഒരു ഇതാണ്. അപ്പം പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ലൈവ് വന്ന് പാടുകയാണ്. ഈ ബാൻഡ് കൾച്ചറിൽ വന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, മ്യൂസീഷ്യൻസ് ആയിട്ട് നമ്മൾ കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആയി, കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആവാൻ പറ്റി. നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു പാട്ടിനെ എന്തൊക്കെ ആക്കാൻ പറ്റും എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരുമായിട്ട് കുറേയും കൂടെ അറ്റാച്ച്ഡ് ആയി, കുറേ ഇരുന്ന് ജാം ചെയ്യാനും പല മ്യൂസിക് ഉണ്ടാക്കാനും ഒക്കെ അതൊരു ഡിഫറെൻറ്റ് ഫീലാണ്. എനിക്ക്
മറ്റേതിൽ നമുക്ക് സ്ട്രെയിൻ ഒന്നുമില്ല. ഗാനമേളയിൽ പോയി പാടാൻ അങ്ങോട്ട് പഠിച്ചു പോയി പാടിയാൽ മതി. ഇതിലും സ്ട്രെയിൻ ഒന്നുമില്ല. ഇത് പക്ഷെ കുറച്ചും കൂടെ സുഖമാണ്. കുറച്ചും കൂടി ആൾക്കാർ തമ്മിലൊരു രസതന്ത്രം കുറച്ചും കൂടി സത്യമായിട്ടും. അതെ അതെ. ഇപ്പം റാൽഫി ചേട്ടനൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഒരു പാട്ടിൽ തുടങ്ങിയിട്ട് ഒരു എന്താ പറയാ അയലേ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നത് പ്രമദവനത്തിലായിരിക്കും. ജാം ചെയ്ത് സോ അങ്ങനെ. ആൻഡ് ഹീസ് എ വെരി ടാലന്റഡ് ആർട്ടിസ്റ്റ്. ഗാനങ്ങളിലൂടെയാണ് വന്നത്. ഇപ്പോഴും ഗാനങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ ബാൻഡ് വന്നതിന്റെ ഒരു അച്ഛൻ വളരെ ഗാർഡനാണ്. എന്താ കാരണം വെച്ചാല് സുരേഷ് എന്താ കാരണം വെച്ചാല് ഒരുപക്ഷെ ഇവരുടെ ഇപ്പോഴത്തെ ഒരു മൂഡ്, ആംബിയൻസ്, പ്രായം ഇതൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു കെമിസ്ട്രി ഉണ്ടാക്കുന്ന ഒരു തരത്തിലാണ്. കുറച്ചും കൂടെ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ഫോർ അസ്. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും വേണ്ടി പാടുന്ന ഒരു ഫീൽ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു ബാൻഡിൽ നിൽക്കുമ്പോൾ കുറച്ച് നമ്മളെ ക്രിയേറ്റ് ചെയ്യും. ഒരു ഇംപ്രവൈസേഷൻ ഒരുപാട് സാധ്യത. അതിലുള്ള ധൈര്യം എല്ലാം ഗാനമേളയിൽ നിന്ന് തന്നെയാണ് കിട്ടിയേക്കണത് അല്ലേ? അച്ഛൻ വിടൂല. അല്ല അത് ഉറപ്പായിട്ടും അതെ. അവിടെ നമ്മള് ഗാനമേളകളിൽ പാടിയ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ്. അല്ലെങ്കിൽ ഗാനമേളയിൽ കിട്ടിയ ധൈര്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആൾക്കാരൊക്കെ ഫേസ് ചെയ്യാനും ഈ സഭാകമ്പൊക്കെ ഉണ്ടായിരുന്നു അമൃതയ്ക്ക് ഇനീഷ്യലി. പക്ഷെ എനിക്ക് തോന്നുന്നു കാര്യമായിട്ട് എനിക്ക് പറയാനില്ല. കാരണം കൊച്ചില് തുടങ്ങി അച്ഛയുടെ കൂടെ പ്രോഗ്രാമിന് പോകുന്നുണ്ടായിരുന്നു. പിന്നെ നാദർഷിക്കയുടെ ഷോസിന് പോകുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ചൊക്കെ. എത്ര വയസ്സിലാണ് അമൃത പാടി തുടങ്ങിയത്? 3 വയസ്സിൽ പാടുമായിരുന്നു. 3 വയസ്സ് ഇവളുടെ പ്രായത്തില്. ഞങ്ങൾക്കൊരു സ്വാമിയുണ്ട്. സ്വാമിയുടെ കുറെ ഭജനിലൊക്കെ ഇങ്ങനെ അവളെ കൊണ്ട് പാടിപ്പിച്ചു. അങ്ങനെയൊക്കെ പാടി വന്നു. ആദ്യം ഡിവോഷനിലായിരുന്നു അമൃതയുടെ ഒരു. അതെ. ഞാൻ 3 വയസ്സിൽ എനിക്ക് തോന്നുന്നു ഒരു പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സ്വന്തം പാട്ടല്ല, ആശ്രമത്തിന് വേണ്ടിയിട്ട് തന്നെ. അമ്മയുടെ ആശ്രമത്തില്. ഏത് പാട്ടാണ് അത്? ഓർമ്മയുണ്ടോ? കണ്ണനാമുണ്ണി അല്ലേ? നമുക്കൊന്ന് നോക്കിയാലൊന്ന് അല്ലേ? എനിക്ക് 3 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു മൈക്കിൽ പാടുന്നത്. അവളും 3 വയസ്സിലാണ് ആദ്യമായിട്ട്. ഞങ്ങളുടെ ഒരു പാട്ടിൽ ഞങ്ങളൊരു വന്ദേ മാതരം ഞങ്ങളുടെ ഒരു വേർഷൻ ചെയ്തു. അപ്പൊ അതിൽ പാട്ട് തുടങ്ങുന്നത് അവളുടെ വോയിസിലാണ്. അമൃത 3-ാം വയസ്സിൽ പാടിയ പാട്ട്. ഹലോ അമ്മു. ഇങ്ങനെ നിന്നെക്കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോൾ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. കാരണം ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ചെറുപ്പം മുതൽ ഇന്ന് വരെ അവൾ ഇന്നൊരു അമ്മയാണ്. അപ്പം എന്താ പറയുക, ആ സമയം മുതൽ ഇന്ന് വരെ വി ഹവ് ഷെയർഡ് ദ സെയിം റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു മാറ്റം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചെറുപ്പത്തിൽ നമ്മൾ ആക്ച്വലി സ്കൂൾ മേറ്റ്സ് അല്ല, നമ്മൾ ട്യൂഷൻ ക്ലാസ് മേറ്റ്സ് ആണ്. അപ്പം എന്താ പറയുക, നമ്മൾ രണ്ടുപേരും വെവ്വേറെ സ്കൂളുകളിലായിരുന്നു. പക്ഷെ പല പല ട്യൂഷൻ ക്ലാസ്സസിൽ നമ്മൾ ഒരുമിച്ചായിരുന്നു. അങ്ങനെ തുടങ്ങിയ റിലേഷൻഷിപ്പാണ്. പിന്നെന്താ, ഞാൻ ഇപ്പോഴും പറയും എൻ്റെ സ്കൂൾ ബുക്സ് ഒരു ലെഗസിയായി കീപ്പ് ചെയ്യുന്ന ഒരാളാണ് അമ്മുവും അഭിയും. അബി ഉണ്ടല്ലോ അവിടെ. അവളെനിക്ക് ഇപ്പോഴും അറിയാവുന്ന ഒരു കുഞ്ഞു കുട്ടി, എപ്പോഴും ചേച്ചിയുടെ പിന്നാലെ ഓടി നടക്കുന്ന ഒരു കുഞ്ഞു കുട്ടി. ട്യൂഷൻ കഴിയുമ്പം അവൾ വേറെ എവിടെയെങ്കിലും ട്യൂഷനോ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇവർ രണ്ടുപേരും കൈപിടിച്ച് പോകുന്നത്. അവൾ മിണ്ട കൂടി ഉണ്ടായിരുന്നില്ല. ഒരു സൈലൻ്റ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ദ വെരി ടോക്കറ്റീവ് ലേഡി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാപ്പു ആണ് ദ വേൾഡ് അമ്മൂന്. അപ്പം എനിക്ക് പറയാനുള്ളത്, പാപ്പുവിനെ നീ പാടി ഉറക്കാറുള്ള ആ പാട്ട് അതൊന്ന് എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് പാടണം. മൃദുല അല്ലേ? എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണല്ലേ? അതെ. എൻ്റെ വേണമെങ്കിൽ ഒരു ക്രൈം പാർട്ട്ണർ എന്നൊക്കെ പറയാം. എല്ലാ കുരുത്തക്കേടും ഇവളുടെ കൂടെ എഴുതിയിട്ടുള്ളത്. മിക്കവാറും അതിലൊരു മുഖസാക്ഷിയായിട്ട് അഭിരാമി ഉണ്ടാവും. ഉണ്ടാവും, മിഥുനും ഉണ്ടാവും. ഇവിടെ അടുപ്പിച്ചിട്ടില്ലല്ലേ?
അവസാനം ഇവരൊക്കെ കൂടി എല്ലാം ചെയ്തിട്ട് അവസാനം ചീത്തപ്പേര് എനിക്ക് മിഥുനായിരിക്കും. മിഥുനും ഉണ്ടാവാറുണ്ട്, മൃദുലയുടെ ബ്രദർ. നിങ്ങൾ ചെയ്യുന്ന കുരുത്തക്കേട് അവസാനം ഇവളുടെ മോളെ കെട്ടിവെക്കും. നമുക്ക് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലുക്സ് ഉള്ളതുകൊണ്ട് എല്ലാ എന്റെ പിന്നെ അഭിരാമി എല്ലാ അനുജത്തിമാരുടെയും അനിയന്മാരുടെയും ഗതികേട് ഇതാണ്. ഇവര് ചെയ്യുന്ന എല്ലാം വിട്ടാസേട്ടൻ ഇളയ കുട്ടിയാണ്. എനിക്ക് ഇളയത് ഒന്നുകൂടെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇത് ജീവിതത്തിൽ എല്ലാവർക്കും കടന്നു പോകേണ്ട ഒരു വഴിത്താരാണ്. അപ്പോൾ ഒരുപാട് പീഡനങ്ങൾക്ക് ഇരയായിട്ടുള്ളൊരു കുട്ടിയാണ് ഇരിക്കുന്നത്. ആ ഒരു സഹതാപത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ അഭിരാമി കാണുന്നത്. പൊതുവെ എന്തോ പറഞ്ഞാൽ പറ്റത്തില്ല. അല്ല, ഞാൻ നല്ല കാര്യം പറയാൻ വന്നേ. ഈ ഒരു റൗഡി ലുക്കുള്ളതുകൊണ്ട് സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലും ആളുടെ തലയിൽ വന്ന് വീണു. മേടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഏത് സിനിമയിലെ മറ്റേ ഇന്നസെന്റ് നിൽക്കുന്ന അല്ലേ? പക്ഷെ ബേസിക്കലി ആള് പാവാണ്, എന്നെക്കാളും പാവ അഭിയാണ്. അല്ല, അതൊക്കെ നമ്മൾ പിന്നീട് തീരുമാനിക്കുക അതെങ്ങനെയാണെന്ന്. അപ്പൊ ഒരു താരാട്ട് പാട്ട് മൃദുല ചോദിച്ചിരിക്കുകയാണ്. തന്താനേലിലോ പാട്ട് മനസ്സിലൊരു താരാട്ട് അന്തിപ്പൂവാനം പോലെ കൊഞ്ചും കുരുന്നുവാവേ അമ്മ പാട്ട് പാടുന്നത് കേട്ടോ നീയേ? ഒരു പാട്ട് അമ്മയ്ക്ക് പാടി കൊടുക്കുവോ? ഹായ് അമൃത, ഹായ് അഭിരാമി. അമൃതയും അഭിരാമിയും രണ്ടുപേരെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെ 9th 10th ക്ലാസ്സുകളിലൊക്കെ അവരുടെ മാത്തമാറ്റിക്സ് ടീച്ചറായിരുന്നു ഞാൻ. സ്കൂളിൽ എന്ത് പ്രോഗ്രാം ഉണ്ടാകുമ്പോഴും എന്ത് കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ ഈ രണ്ടുപേരും അതിൻ്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. അമൃതയെ പറ്റി പറയുകയാണെങ്കിൽ അമൃത കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കാം ആൻഡ് ക്വയറ്റ് നേച്ചറാണ്. അഭിരാമി ആണെങ്കിൽ കുറച്ചൊരു കുസൃതി ടൈപ്പാണ്. എങ്കിലും രണ്ടുപേരും നല്ല കഴിവുള്ള കുട്ടികളാണ്. ഈ അവസരത്തിൽ എനിക്ക് അഭിരാമിയോടാണ് ചോദിക്കാനുള്ളത്. അഭിരാമി സ്കൂളിലൊക്കെ ഒത്തിരി മ്യൂസിക് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മ്യൂസിക്കിന് അത്ര സീരിയസ് ആയിട്ട് എടുത്ത് കണ്ടില്ല. അത് എന്തുകൊണ്ടാണ്? കണക്ക് ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പൽ ആണ്. മാത്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രത്യേക താല്പര്യമാണ് മാത്സിനോട്. കണക്കാണോ? അതായത് എത്ര പഠിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്ത് വന്നാലും മാർക്ക് എനിക്ക് കിട്ടില്ല മാത്സിൽ. അതായത് ഇപ്പൊ ഫുള്ള് ഞാൻ പഠിച്ചു. ഇപ്പുറത്തെ പേജില് അല്ല, ഞാൻ പഠിച്ചു. അല്ല ചേട്ടാ, ശരിക്കും അതായത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചെയ്ത് ഈ സൈഡിൽ ഇങ്ങനെ എഴുതി ഇപ്പുറത്തെ 3 ആണെങ്കിൽ പേജ് മറിച്ച് എഴുതി സൊല്യൂഷൻ എഴുതി വര ഇടില്ലേ, 2 വര ഇട്ട് വെക്കുന്ന സ്ഥലത്ത് അത് 8 ആയിട്ടുണ്ടാവും. അതായത് മാത്സ് എനിക്ക് വിധിച്ചിട്ടില്ലാത്ത മാതിരിയാ എപ്പോഴും. അതേപോലെ 10th എക്സാമിനും ഒരു കാര്യമില്ലാണ്ട് 6 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ഇങ്ങനെ പേജ് ഒട്ടിപ്പോയി മറിഞ്ഞുപോയി. മാത്സും ഞാനും ഒരു രക്ഷയില്ല. അങ്ങനെയൊന്നും ഇല്ലാതെയും എനിക്ക് പറ്റിയിട്ടില്ല. അഭിരാമിക്ക് ഇത് തന്നെയായിരുന്നു പ്രശ്നം. എനിക്ക് പഠിച്ചാൽ പറ്റാവുന്നേ ഉള്ളൂ. ചേച്ചിക്കാണെങ്കിൽ എനിക്കാണെങ്കിലും. കാരണം 9th എനിക്ക് അബൌട്ട് 90 ഉണ്ടായിരുന്നു മാത്സിന്. പക്ഷെ അത് 12th ആയപ്പോഴത്തേക്കും ഞാൻ പറയുന്നില്ല അതിന്റെ 1/3 എന്തോ ആയി. അപ്പോൾ ഗീത മാം എനിക്ക് ഏറ്റവും എൻ്റെ സ്കൂളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടവും ഏറ്റവും പേടിയുമുള്ള മാം കണക്ക്. അല്ല, മാഡം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാരണം വെച്ചാൽ അമൃതന് 2 കാര്യം അമൃതയെ കുറിച്ച് പറഞ്ഞു. അമൃത പാവമാണ്. 2 അമൃത വളരെ സീരിയസ് ആയിട്ട്
ഇതൊക്കെയാണ് പറയുന്നത്. ലുക്സ് ആർ വെരി ഡിസെപ്റ്റീവ് എന്നുള്ളതിന് വളരെ തെളിവാണത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ട് സംഗീതത്തെ കണ്ടു. അഭിരാമി നല്ല കുസൃതിക്കാരിയാണ്. അപ്പം ടീച്ചർ ഇങ്ങനെ ഒരു പൊതുവേദി പറയുമ്പോൾ എപ്പോഴൊന്നും ഭയപ്പെടുത്തിയല്ലേ പറയുള്ളൂ. ഒരു ഡിഗ്രി അല്ലേ? ശരിയല്ലേ അമൃത? മഹാതെമ്മാടിയാണേലും പറയില്ല, കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നല്ലേ പറയുള്ളൂ, അങ്ങനെയല്ലേ പറയൂ. അല്ല, പക്ഷെ മാം എന്ത് കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സ്കൂളില്. ആസ് പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത് കൂടെ ഒക്കെ പോയാൽ അമ്മയ്ക്ക് പിന്നെ എവിടെയോടെ പോയാലും നമ്മൾ ഏറ്റുപിടിക്കും. അത് എന്നെ പിടിച്ചോളൂ. അത് ഇല വന്ന് മുള്ളിന് വീണാലും മുള്ളു നിലയ്ക്കണം. അപ്പോൾ എപ്പോഴും അമ്മയ്ക്ക് ടീച്ചേഴ്സൊക്കെ ആയിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞാല് ടീച്ചേഴ്സിന്റെ ഇടയിലുള്ളതിനേക്കാളും അത്ര ഫ്രീക്വന്റ് വിസിറ്റർ ആയിരുന്നു നമ്മുടെ സ്കൂളിലൊക്കെ. ഇവിടെ കാരണമാണ് അമ്മയും സ്കൂളുമായിട്ടുള്ള ഒരു ബന്ധം, ആത്മബന്ധം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അവിടെ എത്താൻ പറയും അല്ലേ? അത് കാര്യങ്ങള് അഭിരാമി ഏറ്റെടുക്കും. ഏതെങ്കിലും കുട്ടികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അഭിരാമി ആയിരിക്കും അത് ലീഡ് ചെയ്ത് കൊണ്ടുപോണതും. അവസാനം കുറ്റം അഭിക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ എന്നെ വിളിക്കും. അങ്ങനെ ഒരു കുറെ പ്രാവശ്യം എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും സീരിയസ്ലി എപ്പോഴും പോയി വരാലോ. അല്ല, വേണമെങ്കിൽ അമ്മയ്ക്ക് അവിടുന്ന് ശമ്പളം കൂടെ മേടിക്കായിരുന്നു. കൃത്യമായിട്ട് എല്ലാ ദിവസം വരുന്ന സ്ഥിതിക്ക് വേണമെങ്കിൽ അത് ക്ലെയിം ചെയ്യാവുന്ന. അല്ല, എല്ലാ ഓപ്പൺ ഹൗസിനൊക്കെ അത് കൂടാതെ എല്ലാ വീക്കിലും എനിക്ക് ടീച്ചർ ചോദിച്ചത് എന്തുകൊണ്ടാണ് അഭിരാമി സംഗീതം കുറച്ചുകൂടെ സീരിയസ് ആയി എടുത്തുകൂടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, സ്കൂൾ ടൈമിലൊക്കെ എനിക്ക് ആ ഇഷ്ടം കൊണ്ട് ഐ ഹാവ് എ ഹാബിറ്റ് ഓഫ് ഈ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ലൈക്ക് എന്നെ കൊണ്ട് ടാലൻറ്റഡ്, ഇഫ് ഐ ഹാവ് എ ടാലൻറ്റ് ഇൻ ദാറ്റ് അത് മാക്സിമം എക്സിബിറ്റ് ചെയ്യാന്നുള്ള സ്വഭാവമുണ്ട്. അപ്പം അറിയാവുന്ന ചെറിയ പാട്ടൊക്കെ വെച്ച് കോമ്പറ്റീഷൻസിലൊക്കെ പോകാറുണ്ട്. CBSE കലോത്സവത്തിന് എന്തോ എങ്ങനെയൊക്കെയോ ക്ലാസിക്കൽ മ്യൂസിക്കിന് എനിക്ക് 3rd കിട്ടുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് പറഞ്ഞാൽ അത് ഇഷ്ടമുള്ളത് കൊണ്ട് പിന്നെ ഇച്ചിരി പാടാൻ പറ്റും എന്നുള്ളൊരു ആ ഒരു വിശ്വാസത്തിൻ്റെ മുകളിലുള്ള പാട്ട് പാടലായിരുന്നു. ശരിക്കും ബാൻഡിൽ ഞാൻ പറഞ്ഞില്ല, ആക്സിഡൻ്റലി വന്ന് പിന്നെ ആക്ടിങ്ങിലേക്കൊക്കെ തിരിയാനുള്ള കാരണം എന്താണ്? ആക്ടിങ്ങിലേക്ക് ആദ്യം തിരിഞ്ഞിരിക്കുമായിരുന്നു. അവിടെയായിരുന്നു തിരിഞ്ഞിരുന്നത്. പിന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇവള് ആക്ടിങ് ചെയ്യായിരുന്നു. ഒരു 4 വയസ്സ് 5 വയസ്സ് സമയത്തൊക്കെ സിനിമാ നടിയാന്ന് പറഞ്ഞിട്ട് സാരിയൊക്കെ ഉടുത്ത് മുടിയൊക്കെ കെട്ടി കണ്ണാടിയുടെ മുമ്പിൽ വന്നിട്ട് ഭയങ്കര ആക്ടിങ് ഒക്കെ ആയിരുന്നു. അത് ആ ഒരു പ്രാന്ത് മൂത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി കുറെ പോസിൽ ഇങ്ങനെയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു ഇവളുടെ ഒരു സന്തോഷത്തിന്. എന്നിട്ട് അത് വീട്ടില് ഫ്രെയിം ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടത്. നശിപ്പിച്ച് കളയാൻ നോക്കണം കേട്ടോ. നാളെ ആരെങ്കിലും വന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് പോകും മിക്കവാറും പല രൂപത്തില് അല്ലേ? തീർച്ചയായും മ്യൂസിക് കമ്പോസ് ചെയ്യുമായിരുന്നു സ്കൂളിൽ വെച്ചിട്ട്. എനിക്ക് ക്രിയേറ്റിവിറ്റി ആണ്, ഡയറക്ഷൻ മൈൻഡ് ഉണ്ട്. മ്യൂസിക്കിലാണെങ്കിലും ആക്ടിങ്ങിലാണെങ്കിലും ഉണ്ട് അഭിരാമിക്ക്. അതായത് അഭിരാമിക്ക് എന്റെ കൂടെ ചില ഒറിജിനലാണ്. പിന്നല്ല, അതാണ് പുള്ളിക്കാരിക്ക് സ്കൂൾ ടൈമിലെ കമ്പോസ് ചെയ്യാനും ഇപ്പോഴും കമ്പോസ് ചെയ്തിട്ടുണ്ട് 3-4 പാട്ട് ബാൻഡിന് വേണ്ടിയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ ടൈമിലെ ആൾക്ക് കമ്പോസിങ് അങ്ങനെ ലീഡ് ചെയ്യണം, ഞാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു എന്റെ തല എന്റെ ഫുൾ അതെനിക്ക് പറ്റുള്ളൂ. അഭിരാമി കമ്പോസ് ചെയ്തൊരു പാട്ട് നമുക്ക് അഭിരാമി കൊണ്ട് പാടിക്കാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? റെഡി, എടുക്കുക ബൈക്ക്. അഭിനയിക്കും ചെയ്യോട്ടോ ഇടയ്ക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. ഈ പാട്ടിന്റെ പുറകെ ഒരു കഥയുണ്ട്. ഒരു കട്ടുറുമ്പിന്റെ ലവ് ഫെയിലിയർ ആൻഡ് ദെൻ ഫൈനലി സൂയിസൈഡ് ചെയ്യുന്നു കട്ടുറുമ്പ്. ഇതാണ് ഇതിന്റെ ആ ഒരു സ്റ്റോറി. അപ്പം ലിറിക്സ് എന്താ ചെയ്യുക, എന്റെ തല എന്റെ തന്നെ ഇതിൽ 2 പേരെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടില്ല. അതിൽ ഏതാന്നുള്ളത് നിങ്ങൾ പിക്കപ്പ് ചെയ്യണം. ഒന്ന് ബാലചന്ദ്രൻ മേനോൻ, 2 സന്തോഷ് പണ്ഡിറ്റ്. അവര് പിക്ക് ചെയ്തോട്ടെ, വേണ്ട പരസ്യമായി പേസ്റ്റ് ആവണ്ടെന്ന്. അപ്പൊ ശരി, അഭിരാമി പണ്ഡിറ്റ് പാടൂ.